സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് കൂടി ഈ സമ്പത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ അത് സഹായകരമാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു സംഗമം ആഗോളതലത്തിൽ ഇന്ന് ശബരീശനെ അറിയാനും അറിയിക്കുവാനും ഭക്തജനങ്ങളെ ഇവിടത്തേക്ക് ആകർഷിക്കുവാനും വേണ്ടി ഇന്ന് ഗവൺമെൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒന്നിച്ചെടുത്തിരിക്കുന്ന ആ സംഗമം കൂടുതൽ വിജയകരമായി ഭവിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാം SNDP യോഗത്തിൻ്റെ പ്രത്യേകിച്ചും പ്രാർത്ഥന. ആര് മാപ്പ് പറയണം? അതൊക്കെ രാഷ്ട്രീയപരമായി കണ്ടാൽ മതി. എന്തിനാ മാപ്പ് പറയേണ്ടത്? ഈ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് സ്റ്റാലിൻ മാപ്പ് പറയണത് പറയാൻ നമ്മളാരുമല്ല. കാരണം ഇപ്പോൾ ഈ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി സാഹു മാപ്പ് പറയണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്താ തെറ്റ്? അതെ, ശബരിമല സ്ത്രീ പ്രവേശനം അത് കഴിഞ്ഞ അധ്യായമല്ലേ? അധ്യായം കഴിഞ്ഞു. സ്ത്രീ പ്രവേശനം പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ. അതുകൊണ്ട് തന്നെയല്ല ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള കർമ്മമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. മാത്രമല്ല സ്ത്രീ പ്രവേശനം എന്നൊരു അജണ്ട ഇന്ന് സർക്കാരിനില്ല, ദേവസ്വം ബോർഡിനില്ല. അത് വേണ്ട എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ആചാരങ്ങളനുസരിച്ച് നടന്നാൽ മതി. സ്ത്രീ പ്രവേശനം നമുക്ക് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നല്ല, ജനം ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. അത് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കാനുള്ള താല്പര്യം ഇപ്പോൾ ഇല്ല. ഇല്ലാത്ത ഒന്ന് നമ്മൾ പറഞ്ഞ്